അങ്ങനെ ഗെയ്സ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. കയ്യിലാക്കണ്ടേ? അങ്ങനെ നമ്മൾ ഷൂസും സോക്സും ഷൂസൊക്കെ ഇട്ട് കുഴപ്പമില്ല. ഇനിയിപ്പം വീട്ടിലോട്ട് പോയല്ലേ. അപ്പൊ ഇനി പാക്കിങ് നടക്കുന്നുണ്ട്. പാക്കിങ്ങിന് വേണ്ടിയിട്ട് കഴുകിയതും കഴുകാത്തതും ഒക്കെ, കഴുകാത്തതെല്ലാം ഇവിടെയുണ്ട്, കഴുകിയതെല്ലാം അവിടെയുണ്ട്. അയ്യോ, ഞാൻ മടക്കി വെക്കട്ടാ, നീ ഇടോ? അപ്പൊ എല്ലാം കൂടെ കഴിയുമ്പോ സമയം പോകുന്നു. ഇനി വീട്ടിൽ പോയ വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ കഴുകാനുള്ള തുണികളെല്ലാം കൂടെ കഴുകി ഇടുക എന്നുള്ളതാണ്. കിച്ചണിൽ വേസ്റ്റ് കൊണ്ട് കളയാത്തത് കാരണം മിക്കവാറും ഒരു കിൻഡൽ സാധനം ഇതിനിപ്പോ പോയൊക്കെ വന്നതിന് ശേഷം ഇതാ കഴുകാം. ഇതാ പിന്നെ മുടിയൊക്കെ ജട പിടിച്ചണക്കായി എന്ന് പിന്നെ ഇതാക്കി ഇടയൊക്കെ ചെയ്യുമെങ്കിൽ പോലും മുടിയിൽ എണ്ണ തേക്കുന്നില്ല. തിരി മുടി ജട പിടിച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കുന്നത് വരെ നാളെ എന്തായാലും നല്ല എണ്ണ തേച്ച് കുളിക്കാം. കണ്ണ് ഇടാതിരിക്കാൻ മറ്റേ സാധനം വെക്കണം. ആര് കണ്ണുവിടാൻ ഇരിക്കുന്നു? ആൾക്കാര് ആൾക്കാർക്ക് നിന്റെ മുടി നോക്കി കണ്ണുവിടലാണാ പണി. മീനതറിയത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മള് വിചാരിക്കില്ല. നാട്ടുപുറത്ത് നിന്നോണ്ട് ഇങ്ങനെയൊക്കെ കുറെ ഗുണങ്ങൾ കിട്ടി. ഇമാതിരി അന്ധവിശ്വാസങ്ങളൊക്കെ. പൊന്നു റെഡിയായി. ഇത് മര്യാദക്ക് ചിരിക്കേ. ഞാൻ ഇടാം. ആംബുലൻസ് വരുന്നു. പാവം മാർക്കോ എന്തോ പറ്റിയിട്ടുണ്ടോ. അതിട്ട് ഇങ്ങനെ കമ്മലൊക്കെ ഇട്ട് ഇനിയും കുറച്ച് ദിവസം കൂടെ നിൽക്കണമെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് ആണ് വന്നത്. എവിടെ ആയാലും എന്താ, ഞാനപ്പോൾ പോയി കുളിച്ചിട്ടിടാം. ഇതിലൊന്നും ഇനി ഒന്നും വെക്കാനില്ലല്ലോ. ഇനി അവിടെ ചെന്നിട്ട് വീണ്ടും ഇതിവിടെ പാക്ക് ചെയ്യണം. അതുപോലെ തന്നെ തിരിച്ചിനി അതെല്ലാം അതുപോലെ എടുത്ത് വെക്കണം. ഓരോന്നോരോന്ന് എടുത്ത് വെച്ചെല്ലാം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇവിടെ തന്നെ വെക്കാം അല്ലേ? അതെല്ലാം അതിൽ വെക്കാം അല്ലേ? പില്ലോയും ഞാൻ വെക്കാൻ പറഞ്ഞു. ഞാൻ വെക്കാം. അതങ്ങനെയല്ല, ഞാൻ വെക്കാം. അതൊക്കെ എടുത്താ, പ്ലേറ്റുകളെല്ലാം എടുത്താ. പാത്രം കഴുകണ സ്പോഞ്ച് എന്താ, അതും പാത്രം കഴുകണ സ്പോഞ്ചും ഇതും കൂടി വിമ്മും കൂടി ഒന്നിൽ വയ്ക്കാം. വിംബാർ ആ കവറിലിട്ട് വെച്ചിട്ടുണ്ട്. കുപ്പികൾ ഇതില്ല, ഇതിൽ വെച്ചല്ലേ? ഇത് ഇത്ര ഇതായി. ഇതൊക്കെ ഇതിലോട്ട് വെച്ചാ ആ കവറിൽ വെച്ചാൽ മതി. വിംബാർ അതിൽ വെച്ചാൽ മതി. വലുതായുണ്ട്. ഞാൻ വെക്കാം. നീ അവിടെ കൈ ഇതാക്കണ്ട. ഇങ്ങോട്ടെ ഞാൻ വെക്കാം. ഞാൻ ഡ്രസ്സ് ചെയ്തില്ല. അത് നമ്മുടെ വണ്ടിയിൽ കയറ്റണ കാര്യം ആലോചിച്ചിട്ട്. എന്ത് ഏതിൽ വെക്കണോന്ന്? ആ ചെറുതിൽ തന്നെ വെച്ചോ. അപ്പം അല്ലെങ്കിൽ പൊട്ടിയാലോ? നീ പ്ലേറ്റ് ഇതിലാക്കി വെച്ചല്ലേ? ഞാൻ മേലെ എഴുതി വന്നപ്പോൾ പൊന്നും അത്യാവശ്യം എല്ലാം ഒതുക്കി. ഇനിയിപ്പോൾ തലമുടിയൊന്നും അഴിക്കാൻ നിൽക്കണ്ട. അയ്യോ, വന്നേൻ്റെ അന്ന് ഊരിയിട്ട സാധനമാണ് ഇത്. ഇട്ടോണ്ട് വന്ന് എന്തേ ചത്തതുപോലെ കിടന്ന ആളാണ് ഞാൻ ബില്ലൊക്കെ കൊടുക്കാൻ പോയപ്പോൾ. ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. ഇവിടെയൊക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വന്നു. അതൊക്കെ മറന്നു വെച്ചിട്ട് പോയേനായിരുന്നു. ഇട്ടോണ്ട് വന്നു ഡ്രസ്സ്. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി നമ്മുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് ഭയങ്കര വൃത്തിയല്ലേ? ഷർക്കായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഞാനാണെങ്കിൽ വെയിലത്തൊക്കെയാണ് പോണെങ്കിലാന്ന് വിചാരിച്ചിട്ട് നഖം എവിടെ കയറി കൊണ്ടതാ? ഇല്ലേ, സ്പെക്സ് ഇല്ലല്ലോ, എടുത്ത് വെച്ച. നീ പുതിയ സ്പെക്സാ വെച്ചിരിക്കുന്നേ. അടിപൊളി. എന്താ ചെയ്യണത്?
ഗ്ലാസ് പോഞ്ഞ് വയ്ക്കാനാ? അടിപൊളി. ഇനിയൊന്നുമില്ലല്ലോ. ഇതെല്ലാം കൂടെ എങ്ങനെ ഇതാക്കും? ഇത് ഇങ്ങോട്ട് കഴുകാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കട്ടെ. ഇതിൽ വയ്ക്കാൻ കഴുകാനുള്ള ഡ്രസ്സ്. പെട്ടി ക്ലോസ് ചെയ്യാറായില്ല. എനിക്ക് ഇതിന് എന്തെങ്കിലും ഉണ്ടാ നോക്കട്ടെ. ഇനിയിപ്പോൾ ഈ ഗ്ലാസ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പറക്കി ഗ്ലാസ് ആണെങ്കിൽ ഇതിൽ വെച്ചു. അതല്ല, ആ പേപ്പർ ഗ്ലാസ് അതുപോലെ കഴിഞ്ഞ കഴുകാനുള്ളത് ഇത്രയേ ഉള്ള. ആ ഇല്ല ഇല്ല, വേസല്ലേ വേസല്ല. ഫ്രൂട്ട്സിന് എന്ത് കഴിക്കും? അതൊക്കെ കവർ കൊടുക്കുന്ന കവർ കൊടുക്കുന്ന പ്ലേറ്റ് ഇതിൽ വെച്ചാലോ? വെച്ചു ഇതിങ്ങനെ സൈഡിൽ വെച്ചാലോ? അതെല്ലാം മറ്റത്തിൽ വെക്കുക. നീ അതൊക്കെ കേട്ടായുണ്ട് കഴിഞ്ഞില്ലേ? ആ വെറുതെ അല്ല ബുഷൊന്നും കാണാത്ത. അപ്പൊ സർവ പാക്കിങ്ങും കഴിഞ്ഞില്ലേ? ഇത് തുടച്ചില്ല, ക്ലീൻ ചെയ്തില്ലേ? അപ്പൊ നമ്മളുടെ പൊന്നൂൻ്റെ ഫോണ് എന്റെ കൈ വേദന. അത് കൈ വേദനെടുക്കണത് ഇത്രയും പണിയെടുത്തോണ്ടാണ് ഇപ്പൊ. ഇല്ല എന്താ? ആ ചാവിയ എൻ്റെ ഫോണ് കഴിഞ്ഞ്. ഇത് നമ്മളുടെ റിവ്യൂ. ഏത് പെട്ടി? ഈ പെട്ടി ട്രോളിയാ? ആ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാനല്ലേ ഉള്ളൂ. കൈ പിടിക്കണം, അത് ഞാൻ എടുത്തോളാം. ട്രോളി നീ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. ട്രോളി മാത്രം നീ പിടിച്ചാൽ മതി, ബാക്കിയെല്ലാം ഞാൻ എടുത്തോളാം. ഇത് ചിലപ്പോൾ പൊട്ടാൻ സാധ്യത. ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ കേട്ടിട്ടുണ്ടായിരുന്നല്ലേ? ചിലപ്പോൾ പൊട്ടി പോയാൽ എക്സ്പീരിയൻസ് ഉണ്ട്. പൊട്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് എടുത്തോ. ഫ്രൂട്ട്സ് എടുത്തോ. ഇതുമല്ലേ? ആ ലൈറ്റ് ബീറ്റ് ഇത് ഇതല്ലേ ഉള്ളൂ? ആരും ഡോറ് ലോക്ക് ഞാൻ ചെയ്യാന്ന. ഡോറ് ലോക്ക് ചെയ്യണ്ട. ഏത് ആന്റിബയോട്ടിക്? പൊന്നൂനെ ഇട്ട നമ്മളുടെ പൊന്നൂൻ്റെ സ്റ്റാൻഡ്. പോവാ. ബൈ 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 ബൈ. നമ്മുടെ റൂമിനോട് ബൈ 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 പറഞ്ഞു പോകുന്നു. അവരിപ്പോൾ ക്ലീനിങ്ങിൻ്റെ സ്റ്റാഫ് വരുമെന്ന് പറഞ്ഞു. പൊട്ടിക്കല്ലേ? 4 കൈയും പോരാ, 10 കൈയും പോരാ. കിടുകിടാ കിടുങ്ങുന്നു. എല്ലാവരുടെ യാത്ര പറഞ്ഞില്ലേ? ഏത്? ആ കൊച്ചവർ ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. അവർ ഈ റൂമല്ലായിരുന്ന? ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. ആ പൊന്നു ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇതാര് നിക്കുന്നത്? നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. അത് ഓപ്പൺ ചെയ്ത് അതിന്നിട്ട് ഫോണിന്റെ മുകളിൽ വെക്കേ. എടുത്തോ എടുത്തോ, ഒന്നുകൂടി എടുത്തോ എടുത്തോ. ബ്രഷ് ചെയ്താ മതി. ബൈ. നമ്മൾ പോണേ. നമ്മളിങ്ങനെ നോക്കി നോക്കി അവളിവിടെ നിന്ന് ഇങ്ങനെ കുറെ നോക്കി. അയ്യോ വെയിറ്റ് ഉണ്ടോ? ഇങ്ങനെ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ടൂറിന് പോയി വന്ന്. അങ്ങനെ നമ്മളുടെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് നമ്മളിതാ വീട്ടിൽ കിടന്ന സാധനം മുഴുവൻ കൊണ്ടുവന്നു. ഇത് തിരിച്ചിട്ട് എങ്ങനെ കൊടുക്കും? കൈ 2 ഷോൾഡർ ഫുള്ള് ഇങ്ങനെ തടയുന്നു. അങ്ങനെ വിജനതയിൽ വണ്ടിയുടെ ചാവിയ കഴിഞ്ഞില്ലേ ഡ്യൂട്ടി?
ഞാൻ രാവിലെ അവിടുത്തെ ക്യാൻറ്റീനിലെ ഉമ്മയൊക്കെ ചോദിച്ചു നീ എവിടെയെന്ന്, എല്ലാവരും ചോദിച്ചു. പറ്റുമോ കയ്യിൽ? ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഈ പറമ്പിൽ ഇതുപോലെ ഇങ്ങനെ കിടക്കുക, കാറ്റും മഴയും വെയിലും ഒക്കെ കൊണ്ട്. അങ്ങനെ ജസ്റ്റ് ചെക്കപ്പിന് വന്ന നമ്മളാണ്. അങ്ങനെ പൊന്നോന് ഇതാ കമ്മൽ വേണമെങ്കിൽ എൻ്റെത് ഇടാൻ, എനിക്ക് ഇനിയിപ്പോൾ അങ്ങനത്തെ മൂടൊന്നുമില്ല. മറ്റേതാ തിരിഞ്ഞേ നോക്കട്ടെ. അങ്ങനെ പൊന്നോന് കുറച്ച് ഫ്ലെയർ കുറഞ്ഞു ആയില്ലൊക്കെ എന്നേ ഉള്ളൂ.